ഹലോ, ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടപ്പെടാത്തവർ കുറവാണല്ലോ അല്ലേ? പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട കറിയാണ്. ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മീഡിയം വലുപ്പത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് എടുക്കുന്നത്. ഇവിടെയൊക്കെ നാട്ടിലത്തെ മാങ്ങ കിട്ടുന്നത് വളരെ റെയറാണ്. അതുകൊണ്ട് കിട്ടിയ മധുരമുള്ള മാമ്പഴം വെച്ചാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു ചട്ടിയിലോട്ട് നീളത്തിലരിഞ്ഞ് 4 പച്ചമുളകും അരിഞ്ഞു മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും കൂടി ചേർക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് 1 ടീസ്പൂൺ കാശ്മീരിയും 1 ടേബിൾ സ്പൂൺ നാടൻ മുളക് പൊടിയും കൂടെ ചേർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നമുക്കൊരു 5-7 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. മാങ്ങ പഴുത്തതായതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ വെന്തോളും. ആ വേകുന്ന സമയത്തേക്ക് തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയുടെ അരച്ച കൂട്ടും കൂടെ നമുക്കൊന്ന് റെഡിയാക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും അല്പം വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ച് നമുക്ക് നല്ല മഷി പോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. മാങ്ങ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടും കൂടെ ചേർത്ത് ഉടഞ്ഞു പോകാതെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അരച്ച കൂട്ടെല്ലാം ഒന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് നല്ല ഉടച്ച തൈരും കൂടെ ചേർത്ത് ഈ കറി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എപ്പോഴും തൈര് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ലോയിൽ വെക്കാൻ തന്നെ ശ്രമിക്കണം. ഈ സമയം കൊണ്ട് ഈ കറിയിലേക്ക് വേണ്ടിയ കടുകും കൂടെ നമുക്കൊന്ന് തളിച്ച് ചേർക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയും വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും 2 ഉണക്കമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ തളിച്ച് ഈ കറിയിലേക്ക് നമുക്ക് ചേർക്കാം. ചില സ്ഥലങ്ങളിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയായിരിക്കും മധുരത്തിനനുസരിച്ച് ചേർക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എന്താണോ താല്പര്യം അത് നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ എപ്പോഴും നാടൻ കറിക്ക് മുകളിൽ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാറുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ അത് വിളമ്പാറുള്ളൂ. അപ്പോൾ ആ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാറുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ വേറെ വേറെ രീതിയിലാണ് ഈ കറി വെക്കാറ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്സ് ഇൻ ദ കോമെൻറ്റ്സ് ബിലോ. ടാറ്റാ.